ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓഫ് മാസ് എന്ന് പറയുന്ന പാർട്ടാണ്. മാസിൻ്റെ വ്യത്യസ്ത തരം യൂണിറ്റുകളാണ് നോക്കാൻ പോകുന്നത്. ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് വെയിങ് ആപ്പിൾസ് ഇൻ എ ഷോപ്പ്. ഈ പിക്ചറിൽ എന്താ തന്നിരിക്കുന്നത്? ഒരു ഷോപ്പിൽ പോയിട്ട് ആപ്പിൾസിനെ വെയ് ചെയ്യാണല്ലേ, അതിൻ്റെ തൂക്കം നോക്കുകയാണ്. ദ വെയിറ്റ് ഈസ് മെഷേർഡ് ബൈ പ്ലേസിങ് വെയിറ്റ് ബ്ലോക്സ് ഓൺ വൺ സൈഡ് ഓഫ് ദ സ്കെയിൽ. ഈ വെയിങ് സ്കെയിലിൻ്റെ ഒരു സൈഡിൽ വെയിറ്റ് ബ്ലോക്സും വെച്ചിട്ടുണ്ട്, മറ്റേ സൈഡിൽ ആപ്പിൾസും വെച്ചിട്ടുണ്ട്. ഹിയർ വൈ ആർ വെയിറ്റ് ബ്ലോക്സ് പ്ലേസ്ഡ് ഓൺ വൺ സൈഡ്. എന്തുകൊണ്ടാണ് ഇതിൽ ഒരു സൈഡിൽ വെയിറ്റ് ബ്ലോക്സ് വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഇപ്പം നമുക്കറിയാം, ഷോപ്പിലൊക്കെ പോയിട്ട് വെജിറ്റബിൾ ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും നമ്മൾ 1 kg ആണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ അവർ ഒരു ആപ്പിൾ അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ വെക്കും. എന്നിട്ട് മറ്റേ സൈഡിൽ അവർ വെയിറ്റ് ബ്ലോക്സ് വെക്കും അല്ലേ. അതിപ്പോൾ 1 kg ആണെന്നുണ്ടെങ്കിൽ 1 kgയുടെ വെയിറ്റ് ബ്ലോക്സ് ആണ് അവരവിടെ വെക്കുക. അങ്ങനെ വെക്കുന്ന സമയത്താണ് ആ സെൻറ്ററിലുള്ള ആ സൂചി 0-ൽ വന്ന് നിൽക്കുള്ളൂ. അങ്ങനെ 0-ൽ വന്ന് നിന്നാലാണ് അത് 1 kg ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ആ വെയിറ്റ് ബ്ലോക്സ് അവിടെ വെക്കുന്നത്. ദിസ് ഈസ് ഡൺ ടു എൻഷുർ ദാറ്റ് ദ ആപ്പിൾസ് ടേക്കൻ ഹാവ് ദ സെയിം മാസ് ആസ് വെയിറ്റ് ഓഫ് ബ്ലോക്സ് അല്ലേ. ഇതെന്താണ് കാണിക്കുന്നത് എന്ന് വെച്ചാൽ, ആപ്പിൾസ് എടുത്തിരിക്കുന്നത് ആ വെയിറ്റ് ബ്ലോക്സിനോട് തുല്യമായ മാസിലാണ് എന്നുള്ളത് എൻഷ്യൂർ ചെയ്യാനാണ്, ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ആ ബ്ലോക്സ് അവിടെ യൂസ് ചെയ്യുന്നത്. ദ എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ എ സബ്സ്റ്റൻസ് ഈസ് ഇറ്റ്സ് മാസ്. ഒരു മാറ്ററിൻ്റെ എമൗണ്ട്, ആ ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവിനാണ് അതിൻ്റെ മാസ് എന്ന് പറയുന്നത്. എക്സാമിൻ ദ പിക്ചർ ഓഫ് ദ വെയിറ്റ് ബ്ലോക്സ് ഷോൺ ഇൻ ഫിഗർ 1.24. ഈ 1.24 ഫിഗറിലുള്ള വെയിറ്റ് ബ്ലോക്സ് നോക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഇതിൽ 10 kgയുടെ ബ്ലോക്ക് ഉണ്ട്, 1 kg ബ്ലോക്ക് ഉണ്ട്, 10 ഗ്രാമിൻ്റെ ബ്ലോക്ക് ഉണ്ട് അല്ലേ. വാട്ട് ഈസ് റിട്ടൺ ഓൺ ദം? എന്താണ് അതിൽ റിട്ടൺ ചെയ്തിരിക്കുന്നത്? അതിൻ്റെ മാസ് അല്ലേ റിട്ടൺ ചെയ്തിരിക്കുന്നത്? ദ യൂണിറ്റ് ഓഫ് മാസ് ഈസ് ദ കിലോഗ്രാം, ഇറ്റ്സ് സിംബൽ ഈസ് kg. അപ്പോൾ നമ്മളെ മാസിൻ്റെ യൂണിറ്റാണ് കിലോഗ്രാം എന്ന് പറയുന്നത്, അതിൻ്റെ സിമ്പലാണ് kg എന്നുള്ളത്. ഡു വി നീഡ് യൂണിറ്റ്സ് അതർ ദാൻ കിലോഗ്രാം ഫോർ മാസ്? നമുക്ക് കിലോഗ്രാം അല്ലാതെ മറ്റുള്ള യൂണിറ്റുകൾ ആവശ്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. യു മൈറ്റ് ഹാവ് നോട്ടീസ്ഡ് ദ ക്വാണ്ടിറ്റി ഓഫ് ടൂത്ത് പേസ്റ്റ് ആൻഡ് ടാബ്ലറ്റ് പ്രിൻറ്റഡ് ഓൺ ദെയർ പാക്കേജസ്. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇവിടെ താഴെ 2 പിക്ചർ തന്നിട്ടുണ്ട്. അതിൽ 1.25-ൽ ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ പിക്ചറും 1.26-ൽ ഒരു ടാബ്ലറ്റിൻ്റെ പിക്ചറുമാണ്. നമ്മുടെ ടൂത്ത് പേസ്റ്റിൽ 200 ഗ്രാം എന്നും ടാബ്ലറ്റിൽ 650 മില്ലിഗ്രാം എന്നും 500 മില്ലിഗ്രാം എന്നും എഴുതിയിട്ടുണ്ട്. ഇതെന്താ സൂചിപ്പിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ മാസ് അല്ലേ സൂചിപ്പിക്കുന്നത്? ഇതിലെത്ര അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ടൂത്ത് പേസ്റ്റ് എത്ര ഉണ്ട്, അല്ലെങ്കിൽ ടാബ്ലറ്റിൽ എത്ര അടങ്ങിയിട്ടുണ്ട്, ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത് അല്ലേ. മില്ലിഗ്രാം ആൻഡ് ഗ്രാം ആർ ദ സ്മാളസ്റ്റ് യൂണിറ്റ്സ് ഓഫ് മാസ്. ഇപ്പോൾ നമ്മൾ കിലോഗ്രാം പറഞ്ഞ പോലെ തന്നെ മില്ലിഗ്രാമും ഗ്രാമും എന്ന് പറയുന്നത് നമ്മളെ മാസിൻ്റെ ചെറിയ യൂണിറ്റുകളാണ്. 1 ഗ്രാം എന്ന് പറയുന്നത് 1000 മില്ലിഗ്രാം ആണെന്നും പറയുന്നുണ്ട്. 1 ഗ്രാം എന്ന് പറയുന്നത് 1000 മില്ലിഗ്രാം ആണ്. ഹാവ് യു ഹിയർഡ് ഓഫ് എനി ലാർജർ യൂണിറ്റ്സ് ഓഫ് മാസ്? അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ യൂണിറ്റുകൾ പറഞ്ഞു. ഇനി നമ്മൾ വലിയ യൂണിറ്റുകൾ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. യു മൈറ്റ് ഹാവ് ബീൻ ട്രക്സ് ക്യാരിയിങ് ലോഡ്. നമുക്കറിയാം, ലോഡ് ക്യാരി ചെയ്യുന്ന ട്രക്കുകൾ. വിച്ച് ആർ ദ ലാർജർ യൂണിറ്റ്സ് കോമൺലി യൂസ്ഡ് ഇൻ സച്ച് സിറ്റുവേഷൻസ്? ഈ സിറ്റുവേഷനിൽ യൂസ് ചെയ്തിട്ടുള്ള ലാർജർ യൂണിറ്റുകൾ ഏതൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. കിൻഡൽ ആൻഡ് ടൺ ആർ ദ ലാർജർ യൂണിറ്റ്സ് ഓഫ് മാസ്. മാസിൻ്റെ വലിയ യൂണിറ്റുകളാണ് കിൻഡലും ടണ്ണും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ യൂണിറ്റുകളായിട്ട് എന്തൊക്കെയാണ് പഠിച്ചത്? ഗ്രാം, മില്ലിഗ്രാം. വലിയ യൂണിറ്റുകളാണ് കിൻഡൽ, ടണ്ണ്. Identify the relationship between the units of mass and kilogram from the table given below. താഴെ തന്നിട്ടുള്ള ടേബിൾ 1.5-ൽ നമ്മളെ കിലോഗ്രാമും അതുപോലെ മറ്റ് യൂണിറ്റുകളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയുന്നുണ്ട്. മില്ലിഗ്രാമായിട്ട് എന്താ റിലേഷൻഷിപ്പ്? 1 കിലോഗ്രാം ഈക്വൽ ടു എന്താണ്? 1 lakh മില്ലിഗ്രാം ആണ്. 1 കിലോഗ്രാം ഈക്വൽ ടു 1 lakh മില്ലിഗ്രാം. ഗ്രാം ഇസ് ഈക്വൽ ടു, ഗ്രാമിൻ്റെ കാര്യത്തിലാണെങ്കിൽ 1 കിലോഗ്രാം ഈക്വൽ ടു 1000 ഗ്രാം. കിൻഡലിൻ്റെ കാര്യത്തിലാണെങ്കിൽ 1 കിൻഡൽ ഈക്വൽ ടു 100 കിലോഗ്രാം. 1 ടൺ ഈക്വൽ ടു 1000 കിലോഗ്രാം. ഇങ്ങനെയാണ് കിലോഗ്രാമും മറ്റ് യൂണിറ്റുകളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയുന്നത്. ഓക്കെ, ഇതിൽ 1 കിലോഗ്രാം ഈക്വൽ ടു 1000 ഗ്രാം, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതുപോലെ 1 കിൻഡൽ ഈക്വൽ ടു 100 കിലോഗ്രാം, 1 ടൺ ഈക്വൽ ടു 1000 കിലോഗ്രാം, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ പഠിക്കണം കേട്ടോ. ഇനി അടുത്തത്, ഇപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓഫ് മാസ് പറഞ്ഞു. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓഫ് ടൈം ആണ്. ടൈമിൻ്റെ വ്യത്യസ്ത യൂണിറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. SI യൂണിറ്റ് ഓഫ് ടൈം ഈസ് ദ സെക്കൻഡ്. ടൈമിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. ഇറ്റ്സ് സിംബൽ ഈസ് എസ്.
അതിൻ്റെ പ്രതീകം എന്ന് പറയുന്നത് എസ്സുമാണ്. മിനിറ്റ് ആൻഡ് അവർ ആർ ദ അതർ യൂണിറ്റ്സ് യൂസർ ടു ഡിനോട്ട് ടൈം. മിനിറ്റും അവറും ഒക്കെ മറ്റുള്ള യൂണിറ്റുകളാണ്, ടൈമിനെ ഡിനോട്ട് ചെയ്യാനുള്ള മറ്റുള്ള യൂണിറ്റുകളാണ്. അപ്പോൾ സെക്കൻഡ് എന്നുള്ളതാണ് SI യൂണിറ്റ്. അതുപോലെ തന്നെ മിനിറ്റ്, അവർ എന്നൊക്കെ പറയുന്നത് ടൈമിനെ ഡിനോട്ട് ചെയ്യാനുള്ള മറ്റ് യൂണിറ്റുകളാണ്. ഐഡൻറ്റിഫൈ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദിസ് യൂണിറ്റ്സ് ആൻഡ് സെക്കൻഡ്. സെക്കൻഡും ഈ മിനിറ്റ്, ഹവർ എന്ന് പറയുന്ന യൂണിറ്റുകളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, 1 മിനിറ്റ് ഈക്വൽ ടു എത്ര സെക്കൻഡാണ്? 1 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര സെക്കൻഡാണ്? 60 സെക്കൻഡ് അല്ലേ? 60 സെക്കൻഡാണ് 1 മിനിറ്റ് എന്ന് പറയുന്നത്. ഒരു ക്ലോക്കിൽ 1 റൗണ്ട്, ഒരു സെക്കൻഡ് സൂചി 1 റൗണ്ട് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? 1 മിനിറ്റ് എന്ന് പറയല്ലേ? അത് 60 സെക്കൻഡാണ്. അപ്പോൾ 1 മിനിറ്റ് ഈക്വൽ ടു 60 സെക്കൻഡ്. ആൻഡ് ദെൻ ഹവറിൻ്റെ കാര്യത്തിൽ 1 ഹവർ ഈക്വൽ ടു എത്ര സെക്കൻഡ് അപ്പോൾ വരിക? 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആകുമ്പോൾ എത്ര മിനിറ്റാണ് 1 ഹവർ എന്ന് പറയുന്നത്? 60 അല്ലേ? അപ്പോൾ 60 × 60 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 ഹവർ എത്ര സെക്കൻഡ് ആണെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? 60 × 60 ഈക്വൽ ടു 3600 സെക്കൻഡാണ് 1 അവർ എന്ന് പറയുന്നത്. നോക്കാനുള്ളത് വോളിയത്തിൻ്റെയാണ്. അപ്പോൾ നമ്മൾ മാസ് പറഞ്ഞു, ലെങ്ത് പറഞ്ഞു, ടൈം പറഞ്ഞു. ഇനി വോളിയത്തിന്, വ്യാപ്തത്തിന് എത്ര യൂണിറ്റ്സ് ഉണ്ടെന്ന് നോക്കാം. ദ വോളിയം ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് സ്പേസ് ഇറ്റ് ഓക്യുപ്പൈസ്. ഒരു വസ്തുവിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് എന്താണ്? ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവാണ് വ്യാപ്തം, വോളിയം എന്ന് പറയുന്നത്. ഡു യു റിമെമ്പർ മെഷറിംഗ് ദ വോളിയം ഓഫ് വാട്ടർ ഇൻ എ ബക്കറ്റ്? നമ്മളൊരു ബക്കറ്റിൽ വാട്ടറിൻ്റെ വോളിയം നോക്കിയത് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് വോളിയം? അപ്പോൾ എന്താണ് വോളിയത്തിൻ്റെ യൂണിറ്റ്? SI യൂണിറ്റ് ഓഫ് വോളിയം ഈസ് ക്യൂബിക് മീറ്റർ. ഇറ്റ് സിംബൽ ഈസ് മീറ്റർ ക്യൂബ്. ഇങ്ങനെയാണ് അത് സിംബൽ, പ്രതീകം, അതിൻ്റെ പ്രതീകം ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മളെ വ്യാപ്തത്തിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ക്യൂബിക് മീറ്റർ ആണ്. ദ ഫിഗർ ഷോസ് 1000 ക്യൂബ്സ് ഈച്ച് വിത്ത് സൈഡ്സ് ഓഫ് 1 സെൻറ്റിമീറ്റർ അറേഞ്ച്ഡ് ടു ഫോം എ ലാർജ് ക്യൂബ്. നമുക്കിവിടെ തന്നിട്ടുണ്ട് ഒരു വലിയ ക്യൂബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ക്യൂബുകൾ 1 സെൻറ്റിമീറ്റർ സൈഡുകളുള്ള ചെറിയ ചെറിയ ക്യൂബുകളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എത്ര ക്യൂബുകൾ യൂസ് ചെയ്തിട്ടുണ്ട്? 1000 ക്യൂബുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. 1000 ക്യൂബുകൾ യൂസ് ചെയ്തിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു വലിയ ക്യൂബാണിത്. ഈ വോളിയം ഓഫ് ദ ലാർജ് ക്യൂബ് ഈസ് 1 ലിറ്റർ. 1 ലിറ്റർ എന്നുള്ളതാണ് അതിൻ്റെ വോളിയം എന്ന് പറയുന്നത്, വ്യാപ്തം എന്ന് പറയുന്നത്. ക്യാൻ യു കംപ്ലീറ്റ് റൈറ്റിംഗ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയസ് യൂണിറ്റ്സ് ബേസ്ഡ് ഓൺ ദ ഫിഗർ? നമുക്ക് ഈ ഒരു ഫിഗർ ബേസ് ചെയ്തിട്ട് ഇതിൻ്റെ യൂണിറ്റ് എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളത് നോക്കിയാലോ എന്ന് പറയുന്നുണ്ട്. 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 സെൻറ്റിമീറ്റർ ക്യൂബാണല്ലേ? ഇവിടെ ഈ ഒരു വലിയ ക്യൂബിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് 1 ലിറ്റർ ആണെന്ന് പറയുന്നുണ്ട്. പരപ്പളവല്ല, വോളിയം, വ്യാപ്തം എന്ന് പറയുന്നത് 1 ലിറ്റർ ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 1000 ക്യൂബ് വെച്ചിട്ടല്ലേ അത് ഉണ്ടാക്കിയിട്ടുള്ളത്? അതുകൊണ്ടാണ് 1000 സെൻറ്റിമീറ്റർ ക്യൂബ്. 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 സെൻറ്റിമീറ്റർ ക്യൂബാണ്. അങ്ങനെയാണെങ്കിൽ 1 ലിറ്റർ എന്ന് പറയുന്നത് എത്ര മില്ലി ലിറ്റർ ആയിരിക്കും? 1 ലിറ്റർ എന്ന് പറയുന്നത് അപ്പോൾ 1000 മില്ലി ലിറ്റർ ആയിരിക്കും അല്ലേ? 1000 മില്ലി ലിറ്റർ ആയിരിക്കും 1 ലിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ വോളിയത്തിൽ നോക്കാൻ. ഇനി അടുത്തത് നമുക്ക് ഡെൻസിറ്റി, സാന്ദ്രത എന്താണെന്ന് നോക്കാം. ഇവിടെ ഒരു കുട്ടി ചോദിക്കുന്നുണ്ട്, വൈ ഇസ് ഡെൻസിറ്റി ഡിസ്പ്ലേസ് ഓൺ ദ ഫ്യുവൽ ഡിസ്പെൻസർ ഇൻ എ പെട്രോൾ പമ്പ്? നമ്മൾ പെട്രോൾ പമ്പിലൊക്കെ കാണുന്നുണ്ടാവും ഫ്യുവലിൻ്റെ ഡെൻസിറ്റി, സാന്ദ്രത എഴുതിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് എന്നാണ് ആ കുട്ടിയുടെ ഡൗട്ട്. ടേക്ക് എ കാർഡ്ബോർഡ് ബോക്സ് ആൻഡ് കാൽക്കുലേറ്റ് ഇറ്റ്സ് വോളിയം. നമ്മളോട് ഒരു കാർഡ്ബോർഡ് ബോക്സ് എടുത്തിട്ട് അതിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഫിൽ ഇറ്റ് വിത്ത് സോ ഡസ്റ്റ് ആൻഡ് മെഷർ ഇറ്റ്സ് മാസ്. ആദ്യം നമ്മളോട് ഒരു കാർഡ്ബോർഡ് ബോക്സിൽ മരപ്പൊടി ഇട്ടിട്ട് അതിൻ്റെ മാസ് മെഷർ ചെയ്യാൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് റീപ്ലേസ് ചെയ്തിട്ട് മണലിട്ടിട്ടും അതിൻ്റെ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. എങ്ങനെയാണ് കിട്ടുന്നത് നിങ്ങൾ തന്നെ ചെയ്യണം കേട്ടോ. മണലിട്ട ബോക്സിനാണോ അതോ മരപ്പൊടി ഇട്ട ബോക്സിനാണോ മാസ് കൂടുക? നമുക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും അല്ലേ? മരപ്പൊടി ഇട്ടതിനല്ല കൂടുക, മണലിട്ടതിന്, സാൻഡ് ഇട്ടതിനാണ് കൂടുക. അപ്പോൾ ഇതിൻ്റെ വോളിയം എങ്ങനെയാണ് കണക്കാക്കുന്നത്? വോളിയം എന്ന് പറയുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത്? അതുപോലെ മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ബൈ വോളിയം റെപ്രസെൻറ്റ്സ് ദ മാസ് ഓഫ് എ സബ്സ്റ്റൻസ് പെർ യൂണിറ്റ് വോളിയം. മാസ് പെർ വോളിയം എന്ന് പറയുന്നത് എന്താണ്? ഡെൻസിറ്റി ആണ് അല്ലേ? സാന്ദ്രതയാണ്. ദ മാസ് ഓഫ് എ സബ്സ്റ്റൻസ് പെർ യൂണിറ്റ് വോളിയം ഈസ് കോൾഡ് ഇറ്റ്സ് ഡെൻസിറ്റി. ഓക്കെ, ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. ഇൻ ദ ടേബിൾ ഗിവൻ ഇവൻ ദോ ദ വോളിയം ഓഫ് സോഡസ്റ്റ് ആൻഡ് സാൻഡ് ഈസ് ദ സെയിം. നമുക്കറിയാം അതിൻ്റെ മാസ് വ്യത്യസ്തമാണ് എന്നുണ്ടെങ്കിലും അതിൻ്റെ വോളിയം എന്തായിരിക്കും?
എന്തായിരിക്കും, സെയിം ആയിരിക്കും. കാരണം നമ്മൾ ഒരേ കാർഡ്ബോർഡ് ബോക്സിൽ ഒരേ അളവിലാണ് നമ്മൾ ആ ഒരു മരപ്പൊടിയും അതുപോലെ മണലും ഇടുന്നത്. അപ്പോൾ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് സെയിം ആണ്. സി ഹൗ ദ മാസ് പെർ യൂണിറ്റ് വോളിയം ഈസ് കാൽക്കുലേറ്റഡ്. ഈ വോളിയം ഈസ് ദ സെയിം, നമ്മളെ വ്യാപ്തം സെയിം ആണെങ്കിൽ പോലും ഒബ്ജക്ട്സ് വിത്ത് ഹയർ മാസ് വിൽ ഹാവ് ഹയർ ഡെൻസിറ്റി. മാസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലേ ഡെൻസിറ്റി. അപ്പോൾ നമ്മളെ വോളിയം സെയിം ആണ് എന്നുണ്ടെങ്കിലും മാസ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അവിടെ സാന്ദ്രത ഡെൻസിറ്റിയും കൂടുതലായിരിക്കും. നമുക്ക് മനസ്സിലാക്കാം, മാസ് കൂടുമ്പോൾ ഒരു വസ്തുവിന് ഒരു ഒബ്ജക്റ്റിന് മാസ് കൂടുതലാണെങ്കിൽ അതിന് ഹയർ ഡെൻസിറ്റി ആയിരിക്കും. ഇപ്പോൾ മാസ് കുറവാണ് എന്നുണ്ടെങ്കിൽ അതിന് ലോവർ ഡെൻസിറ്റി ആയിരിക്കും. ഇൻ ദ കേസ് ഓഫ് എ പെർട്ടിക്കുലർ സബ്സ്റ്റൻസ് ഡെൻസിറ്റി ഈസ് എ ഫിക്സഡ് നമ്പർ. ഒരു പ്രത്യേക പദാർത്ഥം എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് നമ്പർ ആയിരിക്കും, അതിൽ ചേഞ്ച് വരില്ല. നൗ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വൈ ഡെൻസിറ്റി ഈസ് ഡിസ്പ്ലേസ്ഡ് ഓൺ ദ ഫ്യൂവൽ ഡിസ്പെൻസർ ഇൻ എ പെട്രോൾ പമ്പ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാമല്ലേ എന്തുകൊണ്ടാണ് ആ പെട്രോൾ പമ്പിൽ അതിൻ്റെ ആ ഫ്യൂവലിൻ്റെ എന്ത് ചെയ്തിരിക്കുന്നത്, ഡെൻസിറ്റി കണക്കാക്കി ചെയ്തിരിക്കുന്നത്. അതിന് എപ്പോഴും ഒരു പ്രത്യേക ഫിക്സഡ് നമ്പർ ഓഫ് ഡെൻസിറ്റി ആയിരിക്കും അതിനുണ്ടാവുക. അതവിടെ അവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആണ്. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാം എന്താണ് ഫണ്ടമെൻ്റൽ മെഷർമെൻറ്റ്സ് നമ്മൾ പഠിച്ചു, അതിൻ്റെ യൂണിറ്റ്സ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. In 1960, an international conference held in Paris approved the International System of Units or SI unit as well as the Universal System of Units for Measurements. 1960 1960 പാരീസിൽ നടന്ന ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ എന്ത് അപ്രൂവ് ചെയ്തത്, ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് അല്ലെങ്കിൽ SI യൂണിറ്റ്സ് അപ്രൂവ് ചെയ്തത്. അണ്ടർ ദിസ് സിസ്റ്റം യൂണിറ്റ്സ് വർ അസൈൻഡ് ടു ഓൾ ദ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഈ സിസ്റ്റത്തിൻ്റെ കീഴിലാണ് എല്ലാ യൂണിറ്റുകളും അസൈൻമെൻറ്റ് ചെയ്തിട്ട് എല്ലാ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനുമുള്ള യൂണിറ്റ്സുകളൊക്കെ അസൈൻ ചെയ്തിട്ടുള്ളത്. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആർ ദ യൂണിറ്റ്സ് ഓഫ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ എല്ലാ യൂണിറ്റുകളും ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്നാണ് പറയുന്നത്. അടിസ്ഥാന അളവുകളുടെ ഒക്കെ യൂണിറ്റ്, അടിസ്ഥാന അളവുകൾ എന്നാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ മലയാളം. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് അടിസ്ഥാന യൂണിറ്റുകളാണ്. ഓക്കെ, ഇനി നമുക്കിവിടെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് തന്നിട്ടുണ്ട്. നോട്ട് ദ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആൻഡ് ദെയർ സിമ്പിൾസ് ഗിവൻ ബിലോ. അതിൻ്റെ സിമ്പിളും ഉണ്ട്. എങ്ങനെയാണ്, ലെങ്ത്തിന് മീറ്ററാണ്, എം എന്നാണ് അതിൻ്റെ സിമ്പിൾ, മാസിന് കിലോഗ്രാമാണ്, kg എന്നാണ് നമ്മൾ സിമ്പിൾ ചെയ്യുന്നത്. ദെൻ ടൈമിൻ്റെ സെക്കൻഡാണ്, എസ് ആണ് അതിൻ്റെ സിമ്പിൾ. ടെമ്പറേച്ചറിൻ്റെ കെൽവിനാണ്, കെ ആണ് അതിൻ്റെ സിമ്പിൾ. ഇലക്ട്രിക് കറൻറ്റിൻ്റെ ആംബിയർ ആണ്, എ ആണ് സിമ്പിൾ. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോളാണ്, മോൾ എന്നാണ് സിമ്പിൾ വരുന്നത്, ഈ വരുന്നില്ല. ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മെഷർമെൻറ്റ് കാൻഡലയാണ്. അതിൻ്റെ SI യൂണിറ്റിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് CD ആണ്. ഓക്കെ, ദെൻ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് SI യൂണിറ്റ്. നമ്മളിപ്പോൾ പറഞ്ഞു SI യൂണിറ്റ് എന്താണെന്നൊക്കെ പറഞ്ഞു. എന്താണ് SI യൂണിറ്റിൻ്റെ സവിശേഷതകൾ? ദേ ആർ സ്റ്റാൻഡേർഡൈസ്ഡ് യൂണിറ്റ്സ്. അവ ഏകീകൃത യൂണിറ്റുകളാണ്. ദേ ആർ ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ്. അവ അന്താരാഷ്ട്ര അംഗീകാരമുള്ളവയാണ്. ദെൻ ദ യൂണിറ്റ്സ് ഓഫ് ഓൾ അതർ ക്വാണ്ടിറ്റീസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ദിസ് യൂണിറ്റ്സ്. ഈ യൂണിറ്റുകളെ ഇവയെ അടിസ്ഥാനമാക്കിയാണ് മറ്റ് അളവുകളുടെ യൂണിറ്റുകളൊക്കെ പ്രസ്താവിക്കുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ഡിറൈവ്ഡ് യൂണിറ്റ് ആണ് ഇനി നോക്കാനുള്ളത്. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് പറഞ്ഞു, ഇനി നോക്കാനുള്ളത് ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആണ്. വി ഹാവ് ലേൺഡ് അബൌട്ട് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. സച്ച് ആസ് വോളിയം ആൻഡ് ഡെൻസിറ്റി ഹൂസ് യൂണിറ്റ്സ് ആർ ഒബ്റ്റൈൻഡ് ഫ്രം ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. നമ്മളെ വോളിയവും ഡെൻസിറ്റിയും ഒക്കെ എന്താണ്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിൽ നിന്നും ഡിറൈവ് ചെയ്തിട്ടുള്ളവയാണ്. Okay, we can write the derived units by relating fundamental units one another. Derived units are formed using fundamental units. Derived യൂണിറ്റുകൾ ഫോം ചെയ്തിട്ടുള്ളത് ഫണ്ടമെൻ്റൽ യൂണിറ്റുകൾ ഉപയോഗിച്ചായതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു ഡിറൈവ്ഡ് യൂണിറ്റുകൾ എഴുതി നോക്കാം അല്ലേ. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിനെ വെച്ചിട്ട് നമുക്ക് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഡിറൈവ്ഡ് യൂണിറ്റുകൾ എഴുതി നോക്കാം. See how derived units are formulated in the table given. താഴെ തന്നിട്ടുള്ള ടേബിളിൽ എങ്ങനെയാണ് ഡിറൈവ്ഡ് യൂണിറ്റുകൾ ഫോം ചെയ്യുക എന്നുള്ളത് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് നമുക്കറിയാം ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണല്ലേ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അതിൻ്റെ യൂണിറ്റ്. ലെങ്ത്തിൻ്റെ M ആണ്, ബ്രെഡ്ത്തിൻ്റെയും മീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ യൂണിറ്റ് വരുന്നത് മീറ്റർ സ്ക്വയർ. M ഇൻറ്റു M ചെയ്യുമ്പോൾ നമുക്ക് സ്ക്വയർ വരും അല്ലേ. ദെൻ വോളിയം എന്ന് പറയുന്നത് വോളിയം ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ലെങ്ത്തിൻ്റെ M ആണ്, ബ്രെഡ്ത്തിൻ്റെ M ആണ്, ഹൈറ്റിൻ്റെ M ആണ്. അപ്പോൾ
ഒരേ സംഖ്യയെ 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് വരിക? മീറ്റർ ക്യൂബ് എന്നാണ് വരുന്നത്. മീറ്റർ ക്യൂബാണ്. ദെൻ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു, ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു മാസ് ബൈ വോളിയം. മാസ് ബൈ വോളിയമാണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. നമുക്കിതിനെങ്ങനെ എഴുതാം? മാസിൻ്റെ യൂണിറ്റ് എന്താണ്? മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. വോളിയത്തിൻ്റെ യൂണിറ്റ് എന്താണ്? വോളിയത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ഇവിടെ തന്നിട്ടുണ്ട് മീറ്റർ ക്യൂബാണ്. മീറ്റർ ക്യൂബാണ് അല്ലേ? മീറ്റർ ക്യൂബാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, നൗ ട്രൈ എ ഡെഫിനേഷൻ ഫോർ ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ഡിറൈവ്ഡ് യൂണിറ്റ്സിന് ഡെഫിനേഷൻ പറയാനാണ് പറയുന്നത്. ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആർ യൂണിറ്റ്സ് ദാറ്റ് ക്യാൻ ബി സ്റ്റേറ്റഡ് യൂസിങ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ഓർ ദാറ്റ് ഡിപ്പെൻഡ് ഓൺ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. ഡിറൈവ്ഡ് യൂണിറ്റുകൾ എന്തിനെ സ്റ്റേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്? ഫണ്ടമെൻ്റൽ യൂണിറ്റുകളെ യൂസ് ചെയ്തിട്ടാണ് അത് സ്റ്റേറ്റ് ചെയ്യുന്നത്. ദെൻ അത് ഫണ്ടമെൻ്റൽ യൂണിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുക എന്നും നമുക്ക് പറയാം. ഓക്കെ, അടുത്ത് നമുക്ക് പറയാനുള്ളത് എന്താണ്? റൂൾസ് ഫോർ റൈറ്റിംഗ് ദ യൂണിറ്റ്സ് ആണ് അല്ലേ? ഒരു യൂണിറ്റ് എഴുതാൻ വേണ്ടിയിട്ട് ഒരുപാട് നിയമങ്ങളുണ്ട്. എങ്ങനെയാണ് യൂണിറ്റ് നമുക്ക് വെറുതെ ഇപ്പോൾ ഒരു കുട്ടി ചിന്തിക്കുന്നുണ്ട്, മീറ്റർ നമ്മൾ ക്യാപിറ്റൽ എഴുതുമോ അതോ സ്മോൾ എഴുതുമോ, ക്യാപിറ്റൽ എഴുതാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഡൗട്ട് ഉണ്ടാവും അല്ലേ? അപ്പോൾ എങ്ങനെയാണ് അത് എഴുതുന്നത്? അതിന് ഒരുപാട് റൂൾസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വാട്ട് ആർ ദ റൂൾസ് ടു ബി ഫോളോഡ് ഇൻ്റർനാഷണലി വെൻ റൈറ്റിംഗ് യൂണിറ്റ്സ് ആൻഡ് ദെയർ സിമ്പിൾസ്? ഈ ഇൻ്റർനാഷണൽ യൂണിറ്റ്സും അതുപോലെ അതിൻ്റെ സിമ്പിൾസൊക്കെ എഴുതാനുള്ള റൂൾസ് എന്താണ്? ഒബ്സർവ് ദ കറക്റ്റ് നൊട്ടേഷൻ ഓഫ് യൂണിറ്റ്സ് ഫോർ 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ്സ് തന്നിട്ടുണ്ട്. ക്വാണ്ടിറ്റി എന്താണ്? മാസ് ഓഫ് 1.5 ലിറ്റർ ഓഫ് വാട്ടർ, ഒരു 1.5 ലിറ്റർ വെള്ളത്തിൻ്റെ മാസ് എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? യൂണിറ്റ് എന്താണ്? 1.5 kg ഇങ്ങനെയാണ് എഴുതുന്നത്. ഡെൻസിറ്റി ഓഫ് വാട്ടർ പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? വെള്ളത്തിൻ്റെ സാന്ദ്രത പറയുമ്പോൾ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. നമ്മൾ പറഞ്ഞു ഡെൻസിറ്റിയുടെ യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് നെയിമായിട്ട് എഴുതിയാലും പ്രശ്നമല്ല. Then the table below shows common errors that may occur when you writing units. Compare each of this with the correct version and suggest a general rule for each. നമ്മൾ എങ്ങനെയാണ് കോമൺ എറേഴ്സ് എന്താണ് വരുന്നത് എന്നുള്ളത് ടേബിൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ് അതിൻ്റെ കറക്റ്റ് വേർഷൻ വരുന്നത് എന്നുള്ളത് കൂടെ നമ്മളോട് കമ്പയർ ചെയ്തിട്ട് എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ടേബിളിൽ എന്താ പറയുന്നത്? യൂണിറ്റ് റിട്ടേൺ ഇൻകറക്റ്റ്ലി ആൻഡ് ജനറൽ റൂൾസ്. ഇതിൽ ഈ ടേബിളിൽ 2 കോളം തന്നിട്ട് അതിൽ ഫസ്റ്റ് കോളത്തിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള യൂണിറ്റുകൾ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ജനറൽ റൂൾ എങ്ങനെയാണ് എന്നുള്ളത് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റിൽ അവർ തന്നിട്ടുണ്ട് 1000 kg പെർ മീറ്റർ ക്യൂബ്, 1.5 kg. ഇതൊക്കെ എങ്ങനെ എഴുതിയിട്ടുള്ളത്? ക്യാപിറ്റൽ ലെറ്റർ ആണല്ലേ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ജനറൽ റൂൾ എഴുതുമ്പോൾ എന്തെഴുതും? യൂസ് ലോവർ കേസ് ഓഫ് ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ചെറിയ അക്ഷരം മാത്രമേ നമ്മൾ യൂണിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ അല്ല നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ലോവർ കേസ് അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ ആണ് നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ സ്മോൾ ലെറ്റർ ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത്. ദെൻ സെക്കൻഡ് വൺ 1000 kgs പെർ മീറ്റർ ക്യൂബ്, 1.5 kgs. ഇവിടെ എന്താ യൂസ് ചെയ്തിരിക്കുന്നത്? പ്ലൂറൽ ഫോം ആണല്ലേ. kgs എന്ന് പറയുമ്പോൾ കിലോഗ്രാംസ് എന്നുള്ള ഒരു പ്ലൂറൽ ഫോമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ റൂളായിട്ട് എഴുതേണ്ടത്? ഡു നോട്ട് യൂസ് പ്ലൂറൽ ഫോംസ് ഫോർ സിമ്പിൾസ്. ഡു നോട്ട് യൂസ് plural forms for symbols. Plural forms for symbols. ഓക്കെ, അതാണ് നമ്മൾ സെക്കൻഡ് വൺ എഴുതണ്ടേ. ദെൻ തേർഡ് വൺ എന്താ? 1000 kg പെർ മീറ്റർ ക്യൂബ്, 1.5 kg. ഇവിടെ എന്താ നിങ്ങൾക്കൊരു ഇൻകറക്റ്റ് ആയിട്ട് തോന്നുന്നേ? ഇവിടെ കണ്ടോ? ഇവിടെ സ്പേസ് വല്ലതും ഉണ്ടോ? സ്പേസ് ഉണ്ടോ?
സ്പേസ് ഇടണ്ടേ, നമ്മളൊരു മെഷർമെൻറ്റിൻ്റെ യൂണിറ്റ് എഴുതുമ്പോൾ ഒരു സ്പേസ് ഇടണ്ടേ. അപ്പോൾ നമ്മളിവിടെ എന്താ ജനറൽ റൂളായിട്ട് എഴുതണ്ടേ? ജനറൽ റൂളായിട്ട് ലീവ് എ സ്പേസ് ബിറ്റ്വീൻ ദ നമ്പർ ആൻഡ് ദ യൂണിറ്റ് സിമ്പിൾ. ലീവ് എ സ്പേസ്. Leave a space between number and unit. Between number and unit. Okay. അതാണ് നമ്മൾ എഴുതേണ്ടത്. ദെൻ ഫോർത്ത് വൺ എന്താ? 1000 kg/meter. ഇങ്ങനെ ആരെങ്കിലും യൂണിറ്റ് എഴുതുമോ? ഇങ്ങനെ എഴുതാൻ പറ്റുമോ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് മീറ്റർ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? മീറ്റർ ക്യൂബ് കൊടുക്കണം അല്ലേ? kg/meter³ കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്താ എഴുതുക? യൂസ് പ്രോപ്പർ പവേഴ്സ് ഫോർ യൂണിറ്റ്സ്. യൂസ് പ്രോപ്പർ പവേഴ്സ്. പ്രോപ്പറായിട്ടുള്ള പവറുകൾ നമ്മൾ യൂസ് ചെയ്യണം. പ്രോപ്പർ പവേഴ്സ് ഫോർ യൂണിറ്റ്സ്. ഓക്കെ, അങ്ങനെ തന്നെ നമ്മൾ എഴുതണം കേട്ടോ. യൂണിറ്റുകൾക്ക് പ്രോപ്പറായിട്ടുള്ള പവർ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ ഫിഫ്ത്ത് വൺ എന്താ? 1000 kg/m², 1000 kg/m³. ഇതിലെന്താ നമുക്കൊരു ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത്? കണ്ടോ, ഇവിടെ യൂണിറ്റ് ആയിട്ട് പ്രതീകം എഴുതിയിട്ടുണ്ട്, പക്ഷേ ഇവിടെ എന്താ അതിൻ്റെ യൂണിറ്റ് എഴുതിയിട്ടുണ്ടല്ലേ. പിന്നെ എന്താ? യൂണിറ്റ് നെയിം എഴുതിയിട്ടുണ്ട്. പിന്നെ കിലോഗ്രാം എന്ന് എഴുതിയിട്ടുണ്ട്, kg/m എന്ന് എഴുതിയിട്ട് m³ എന്ന ഇതിൻ്റെ സിമ്പിളും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റുമോ? ഡു നോട്ട് മിക്സ് എ സിമ്പിൾ ഓഫ് എ യൂണിറ്റ് വിത്ത് ദ നെയിം ഓഫ് ദ യൂണിറ്റ്. ഒരിക്കലും നമ്മൾ ഒരു മെഷർമെൻ്റ് എഴുതുന്ന സമയത്ത് അതിലൊരിക്കലും മിക്സ് ആക്കിയിട്ട് അതിൻ്റെ സിമ്പൽ, യൂണിറ്റിൻ്റെ സിമ്പലും അതുപോലെ തന്നെ യൂണിറ്റിൻ്റെ നെയിമും എഴുതാൻ വേണ്ടി പറ്റില്ല. ഒന്നെങ്കിൽ നമ്മൾ അതിൻ്റെ നെയിം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ സിമ്പൽ യൂസ് ചെയ്യുക. അല്ലാതെ മിക്സ് ആക്കിയിട്ട് ഒരിക്കലും യൂസ് ആക്കരുത്. ദെൻ 1 kg 500 gram എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൽ വന്നിരിക്കുന്ന മിസ്റ്റേക്ക് എന്താണ്? ഇതിൽ വന്നിരിക്കുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് യൂസ് ഓൺലി 1 യൂണിറ്റിൻ്റെ മെഷർമെൻറ്റ്. ഓൺലി 1 യൂണിറ്റ് മാത്രമേ നമുക്കൊരു മെഷർമെൻറ്റിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഈ ഒരു മെഷർമെൻറ്റിൽ കണ്ടോ, kgയും വരുന്നുണ്ട്, ഗ്രാമും വരുന്നുണ്ട്. അങ്ങനെ 2 യൂണിറ്റ് ഡിഫറെൻ്റ് ആയിട്ട് വരാൻ വേണ്ടി പറ്റുമോ? 2 യൂണിറ്റ് നമ്മൾ ഇപ്പോൾ ലെങ്ത്തിൻ്റെ തന്നെ ഈ kg എന്ന് പറയുന്ന, ഗ്രാം എന്ന് പറയുന്ന ലെങ്ത്തിൻ്റെ അല്ല, മാസിൻ്റെ തന്നെ സെയിം ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ്സ് ആണ്. നമ്മൾ ഒരിക്കലും സെയിം ആയിട്ടുള്ളത് ഒരു മെഷർമെൻറ്റിൽ വരാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തെഴുതാം? യൂസ് ഓൺലി 1 യൂണിറ്റ് ഇൻ എ മെഷർമെൻറ്റ്. 1 യൂണിറ്റ് ഇൻ എ മെഷർമെൻറ്റ്. ഓക്കെ, മെഷർമെൻറ്റ്. ഓക്കെ, അപ്പം ഇങ്ങനെ എഴുതാം അല്ലേ. ഇനി നമുക്ക് എത്രാമത്തെ നോക്കാനുള്ളത്? ഇനി 7th വൺ അല്ലേ. 7th വൺ എന്താ പറയുന്നത്? യൂസ് ഓൺലി ലോവർ കേസ് ലെറ്റേഴ്സ് വെൻ റൈറ്റിംഗ് ദ നെയിം ഓഫ് എ യൂണിറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ഇറ്റ് സിമ്പിൾ. അപ്പോൾ 273 Kelvin 250 meter എന്നൊക്കെ എഴുതുമ്പോൾ ലോവർ കേസ് ലെറ്റേഴ്സ് മാത്രം നമ്മൾ നെയിം എഴുതുമ്പോൾ യൂസ് ചെയ്യുക. ഓക്കെ, നെയിം എഴുതുമ്പോഴും നമ്മൾ ലോവർ കേസ് മാത്രമേ യൂസ് ചെയ്യുക. ഒരിക്കലും അപ്പർ കേസ് യൂസ് ചെയ്യരുത്. യൂണിറ്റുകളുടെ പേര് നമ്മൾ ആ ഒരു പ്രതീകത്തിന് പകരം എഴുതുന്ന സമയത്ത് ചെറിയ അക്ഷരങ്ങൾ മാത്രം ഉപയോഗിച്ച് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ കണ്ടോ, കെൻ്റെ ഒക്കെ ആൽഫബറ്റ്, അതുപോലെ എമ്മിൻ്റെ ആൽഫബറ്റൊക്കെ അവരൊക്കെ അപ്പർ കേസല്ലേ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ലോവർ കേസ് മാത്രം യൂസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വേറെ കുറച്ച് റൂൾസും ഉണ്ട് ഇതിന്. നൗ ലെറ്റ് us ഗെറ്റ് ഫെമിലിയർ വിത്ത് സം അതർ റൂൾസ്. മറ്റുള്ള കുറച്ച് റൂൾസ് നമുക്ക് നോക്കാം. എന്താണ്? ഇപ്പോൾ നമ്മൾ ഫോഴ്സിൻ്റെ, ബലത്തിൻ്റെ യൂണിറ്റ് എഴുതുമ്പോൾ അതിൻ്റെ കറക്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ N അല്ലേ. പക്ഷേ സ്മാൾ n എന്ന് പറയുന്നത് ഇൻകറക്റ്റ് മെത്തേഡാണ്. ദ സിംബൽസ് ഓഫ് ദ യൂണിറ്റ്സ് ഫോംഡ് ഫ്രം ദ നെയിംസ് ഓഫ് ഇൻഡിവിജ്വൽ ഷുഡ് ബി റിട്ടൺ യൂസിങ് അപ്പർ കേസ് ഓഫ് ദ
ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇപ്പം നമ്മൾ ഫോഴ്സിൻ്റെ ബലത്തിൻ്റെ യൂണിറ്റ് N എന്ന് കൊടുക്കാൻ കാരണം ന്യൂട്ടൺ ആയതുകൊണ്ടാണ്. അത് കണ്ടുപിടിച്ചിട്ടുള്ളത് ന്യൂട്ടൺ എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ ആണ്. അപ്പോൾ നമ്മൾ ഒരു സയൻറ്റിസ്റ്റാണ് ഇത് കണ്ടുപിടിച്ചത്, ഒരു മനുഷ്യനാണത് കണ്ടുപിടിച്ചത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ യൂണിറ്റ് എന്തായിട്ട് കൊടുക്കാം? നമുക്ക് ക്യാപിറ്റലായിട്ട് കൊടുക്കാം. ബാക്കിയുള്ള ഒരു യൂണിറ്റിനും നമുക്ക് ക്യാപിറ്റൽ കൊടുക്കാനുള്ള റൂളില്ല. എല്ലാത്തിലും സ്മാളാണ് നമ്മൾ കൊടുക്കേണ്ടത്. പക്ഷേ ഒരു ഇൻഡിവിജ്വലിൻ്റെ നെയിമാണ് അവിടെ യൂണിറ്റായിട്ട് എഴുതിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രതീകം നമുക്ക് ക്യാപിറ്റൽ അപ്പർ കേസ് ആയിട്ട് തന്നെ കൊടുക്കാം. ലെങ്ത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 60 സെൻറ്റിമീറ്റർ ഈസ് ദ ലെങ്ത് ഓഫ് ദ ഡസ്ക്. The length of the dusk is 60 centimeters. 60 centimeter is the length of the dusk. ഇത് എന്താ പറയുന്നത്? നോ ഫുൾ സ്റ്റോപ്പ്. നമ്മൾ ഒരിക്കലും ഫുൾ സ്റ്റോപ്പ് അല്ലെങ്കിൽ കോമ ഒന്നും സിമ്പലിൻ്റെ കൂടെ യൂസ് ചെയ്യരുത്. സിമ്പലിൻ്റെ കൂടെ ഇവിടെ കണ്ടോ, സിമ്പൽ കഴിഞ്ഞിട്ടൊരു ഡോട്ട് ഉണ്ട്, അതുപോലെ സെൻറ്റൻസ് കഴിഞ്ഞിട്ടും ഒരു ഡോട്ട് ഉണ്ട് അല്ലേ? ഇങ്ങനെ ഒരിക്കലും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ആ ഒരു സെൻറ്റൻസ് കഴിഞ്ഞിട്ട് ആ ഒരു ഡോട്ട് യൂസ് ചെയ്യാം. അല്ലാതെ ആ സിമ്പൽ കഴിഞ്ഞിട്ടൊരു ഡോട്ട് അതിൻ്റെ ആവശ്യം അവിടെ ഇല്ല. സെൻറ്റൻസ് കഴിഞ്ഞാൽ നമുക്ക് ഡോട്ട് യൂസ് ചെയ്യാം. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഫുൾ സ്റ്റോപ്പോ ഒരു കോമയോ ഒന്നും നമ്മൾ സിമ്പലിൻ്റെ കൂടെ യൂസ് ചെയ്യരുത്. ദേ ക്യാൻ ബി യൂസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ സെൻറ്റൻസ്. നമുക്ക് ആ സെൻറ്റൻസിൻ്റെ എൻഡിൽ യൂസ് ചെയ്യാം. ആ എൻഡിൽ ഇപ്പോൾ എൻഡിൽ സിമ്പൽ വന്നാലും പ്രശ്നമല്ല, അപ്പം നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ സെൻറ്റൻസിൻ്റെ സെൻറ്ററിലൊക്കെയാണ് ആ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ സിമ്പൽ വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ യൂസ് ചെയ്യാനുള്ള റൂൾ അവിടെ ഇല്ല. ഓക്കെ, ദെൻ എനർജിയുടെ കാര്യം പറയുമ്പോൾ എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ ആണല്ലേ. ഫുൾ സ്റ്റോപ്പ് ഓർ സ്പേസ് ഷുഡ് ബി യൂസ്ഡ് ബിറ്റ്വീൻ ദ യൂണിറ്റ്സ് ഫോംഡ് ആസ് മൾട്ടിപ്പിൾസ് ഓഫ് യൂണിറ്റ്സ്. മൾട്ടിപ്പിൾസ് ഓഫ് യൂണിറ്റ്സ് വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം? ഇങ്ങനെ ഒന്നെങ്കിൽ N.M അല്ലെങ്കിൽ N ഒരു സ്പേസ് കൊടുത്തിട്ട് M കൊടുക്കുക. അല്ലാതെ രണ്ട് യൂണിറ്റ് സിമ്പിൾ വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും സ്പേസ് എഴുതാതെ അവിടെ സ്പേസ് വിടാതെ നമ്മൾ ഒരിക്കലും എഴുതാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ ഇത്രയും മെഷർമെൻറ്റ്സും യൂണിറ്റുകളൊക്കെ പറഞ്ഞു. ഇനി എങ്ങനെയാണ് ഇതൊക്കെ മെഷർ ചെയ്യുന്നുള്ളത് എന്നുകൂടെ പഠിക്കണ്ടേ? അതിന് വേണ്ട ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. വാട്ട് ആർ ദി ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ടു മെഷർ ലെങ്ത്? എന്തൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഒരു ലെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ആക്കുന്നത്? ലുക്ക് അറ്റ് ദ പിക്ചർ ഗിവൺ. എന്തൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്? സ്കെയിൽ ഉണ്ട്, ടേപ്പ് ഉണ്ട് അല്ലേ? നമ്മളൊരു ഇതിൻ്റെ ലെങ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ, ഒരു ഒബ്ജക്റ്റിൻ്റെ ലെങ്ത്ത് ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്കെയിൽ യൂസ് ചെയ്യുന്നുണ്ട്, ടാപ്പ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? മെഷറിംഗ് ദ ലെങ്ത് ഓഫ് എ പെൻ യൂസിങ് എ സ്കെയിൽ ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. നമ്മളോട് പറയുന്നുണ്ട്, നമ്മൾ അടുത്തുള്ള ഒരു പെൻ എടുത്തിട്ട് അതിൻ്റെ ലെങ്ത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മളെ സ്കെയിൽ വെച്ച് നമ്മൾ മെഷർ ചെയ്യണം. ഓൾസോ യൂസ് എ മെഷറിംഗ് ടാപ്പ് ടു ഡിറ്റർമിൻ യുവർ ഹൈറ്റ്. നമ്മൾ ഹൈറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മെഷറിംഗ് ടാപ്പ്. അപ്പോൾ നമ്മൾ ഒരു കടയിൽ പോയിട്ട് ടൈലറിങ് ഷോപ്പിലൊക്കെ പോയിട്ട് അടിക്കാൻ കൊടുക്കുന്ന സമയത്ത് അവർ യൂസ് ചെയ്യുന്ന മെഷർമെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനത്തെ ടാപ്പുകളാണല്ലേ. അപ്പോൾ നമ്മൾ ഹൈറ്റും ഇങ്ങനെയുള്ള മെഷറിംഗ് ടാപ്പ് യൂസ് ചെയ്തിട്ട് ഡിറ്റർമിൻ ചെയ്യാം. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഓൺ ദ സ്കെയിൽ ഓർ ടാപ്പ് യൂസ്ഡ്? എന്ത് യൂണിറ്റാണ് നമുക്ക് സ്കെയിലിലും ടാപ്പിലും കിട്ടിയിട്ടുള്ളത്? ലെങ്ത് ഓഫ് ദ പെൻ എന്താ കിട്ടുന്നത്, ഹൈറ്റ് എന്താ കിട്ടുന്നത്, ഇതൊക്കെ ഇവിടെ കൊടുക്കണം കേട്ടോ. വാട്ട് ഈസ് ദ സ്മാളസ്റ്റ് മെഷർമെൻറ്റ് പോസിബിൾ യൂസിങ് ദ സ്കെയിൽ ഓർ മെഷറിംഗ് ടാപ്പ്? സ്മാളസ്റ്റ് മെഷർമെൻറ്റ്, അതിൽ പോസിബിൾ ആയിട്ടുള്ള സ്മാളസ്റ്റ് മെഷർമെൻറ്റ്, ഇപ്പോൾ നമ്മൾ സ്കെയിലിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ മെഷർമെൻറ്റ് ഏതാണ് എന്നുള്ളതും അതുപോലെ ടാപ്പിൽ ഏതാണ് ചെറിയ മെഷർമെൻറ്റ് എന്നുള്ളതും ചോദിക്കുന്നുണ്ട്. എന്താണ് സ്മാളസ്റ്റ് വാല്യൂ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് യൂസിങ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഈസ് കോൾഡ് ഇറ്റ്സ് ലീസ്റ്റ് കൗണ്ട്. സ്മാളസ്റ്റ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഉപകരണം ഉപയോഗിച്ച് അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ അളവിനെയാണ് നമ്മൾ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്കെയിൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ചെറിയ കൗണ്ട് എന്താണ്? അതിൽ ഫസ്റ്റ് വരുന്ന ആ ഒരു കൗണ്ട് എന്താണ് എന്നുള്ളതാണ് ആ സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് എ കോമൺലി യൂസ്ഡ് സ്കെയിൽ ഈസ് 0.1 സെൻറ്റിമീറ്റർ. നമ്മൾ യൂസ് ചെയ്യുന്ന സ്കെയിലിലെ ലീസ്റ്റ് കൗണ്ട് 0.1 സെൻറ്റിമീറ്റർ ആണ്. ആർ ദെയർ ഇൻസ്ട്രുമെൻറ്റ്സ് വിത്ത് എ ലീസ്റ്റ് കൗണ്ട് സ്മാളർ ദാൻ ദിസ്? നമ്മളിപ്പോൾ പറഞ്ഞു 0.1 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ സ്കെയിലിലെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. അതിനേക്കാൾ ചെറിയ ലീസ്റ്റ് കൗണ്ട് ഉള്ള വേറെ മറ്റെന്തെങ്കിലും ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ്. നമ്മളോട് ഫൈൻഡ് ചെയ്ത് എഴുതാനാണ് പറയുന്നത്. വേറെ ഏതെങ്കിലും ഉണ്ടോ?
നിങ്ങൾ ഫൈൻഡ് ചെയ്യുക. ക്യാൻ യു ഫൈൻഡ് ദ തിക്നെസ് ഓഫ് എ പേപ്പർ യൂസിങ് എ സ്കെയിൽ. നമുക്ക് ഒരു പേപ്പറിൻ്റെ തിക്നെസ് കാണാൻ, ഇപ്പോൾ നമ്മൾ ലെങ്ത്ത് പറഞ്ഞു അല്ലേ, ലെങ്ത്ത് കാണാനാണ് സ്കെയിൽ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമുക്കൊരു പേപ്പറിൻ്റെ തിക്നെസ് കാണാൻ സ്കെയിൽ യൂസ് ചെയ്യാൻ പറ്റുമോ നോക്കാം അല്ലേ. മെഷറിംഗ് ദ തിക്നെസ് ഓഫ് പേപ്പേഴ്സ് യൂസിങ് എ സ്കെയിൽ. ദ ഫിഗർ ഷോസ് സം പേപ്പേഴ്സ് സ്റ്റാക്ക്ഡ് ടുഗദർ. മെഷർ ദ തിക്നെസ് ഓഫ് ദ പേപ്പർ സ്റ്റാക്ക് ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. കുറച്ച് പേപ്പറുകൾ ഇതുപോലെ അട്ടിക്കട്ടിക്കായിട്ട് വെക്കുക. എന്നിട്ട് അതിൻ്റെ തിക്നെസ് എങ്ങനെയാണ് അവർ മെഷർ ചെയ്യുന്നത്? നമ്പർ ഓഫ് പേപ്പേഴ്സ് ഇൻ ദ പേപ്പർ സ്റ്റോക്ക്. ആ പേപ്പർ സ്റ്റോക്കിലുള്ള പേപ്പറിൻ്റെ നമ്പേഴ്സ് ആദ്യം എഴുതുക. എന്നിട്ട് തിക്നെസ് ഓഫ് ദ പേപ്പർ സ്റ്റോക്ക്. നമ്മൾ സ്കെയിൽ വെച്ചിട്ട് അതിൻ്റെ തിക്നെസ്, ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് അതിൻ്റെ തിക്നെസ് എടുക്കുകയാണ്. തിക്നെസ് എത്രയാണ് കിട്ടുന്നത് അത് അവിടെ എഴുതുക. തിക്നെസ് ഓഫ് വൺ പേപ്പർ എന്ന് പറയുന്നത്, ഒരു പേപ്പറിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ കാണാം? തിക്നെസ് ഓഫ് ദ പേപ്പർ സ്റ്റോക്ക് ബൈ നമ്പർ ഓഫ് പേപ്പേഴ്സ് അല്ലേ. എത്ര പേപ്പേഴ്സാണോ ഉള്ളത് അതിനെ അതുകൊണ്ട് നമുക്ക് എന്തിനെ ഡിവൈഡ് ചെയ്യാം? തിക്നെസ്, ഓൾ പേപ്പർ സ്റ്റോക്കിൻ്റെ, ആ ഒരു പേപ്പർ സ്റ്റോക്കിൻ്റെ തിക്നെസ് കൊണ്ട് നമ്പർ ഓഫ് പേപ്പേഴ്സിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേപ്പറിൻ്റെ തിക്നെസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ അടുത്തത് മെഷറിംഗ് ദ വോളിയം യൂസിങ് എ മെഷറിംഗ് ജാർ. നമുക്ക് ഒരു ജാറിൻ്റെ വോളിയം, അത് ഒരു മെഷറിംഗ് ജാർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് വോളിയം മെഷർ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ലെറ്റ്സ് ട്രൈ ടു ദ വോളിയം ഓഫ് എ സ്റ്റോൺ. നമുക്ക് ഒരു കല്ലിൻ്റെ വോളിയം നോക്കാം, അല്ലെ വ്യാപ്തം നോക്കാം. പോർ സം വാട്ടർ ഇൻ ടു എ മെഷറിംഗ് ജാർ ആൻഡ് മാർക്ക് ഇറ്റ്സ് ലെവൽ. നമ്മളൊരു മെഷറിംഗ് ജാറിലേക്ക്, ഇതാണ് മെഷറിംഗ് ജാറ്, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു വെക്കാം. എന്നിട്ട് ആ ഒരു ലെവൽ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കണം. എത്രയാണോ വെള്ളം ഒഴിച്ചിട്ടുള്ളത് ആ ഒരു ലെവൽ അവിടെ മാർക്ക് ചെയ്ത് വെക്കാം. ഒബ്സർവ് ദ റൈസ് ഇൻ ദ വാട്ടർ ലെവൽ. ദെൻ ടൈ ദ സ്റ്റോൺ വിത്ത് എ ത്രെഡ് ആൻഡ് ഡിപ്പ് ഇൻ ടു ദ വാട്ടർ. നമ്മൾ ഒരു കല്ല് നൂലിൽ കെട്ടിയിട്ട് അതിൻ്റെ മറ്റേ അറ്റം പിടിച്ചിട്ട് കല്ലുള്ള ഭാഗം നമ്മൾ വാട്ടറിലേക്ക് മുക്കുക, ഡിപ്പ് ചെയ്യുക. ഒബ്സർവ് ദ റൈസ് ഇൻ ദ വാട്ടർ ലെവൽ. എന്നിട്ട് ആ വാട്ടർ ലെവലിലുള്ള റൈസ് നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണ്, എത്ര പൊന്തിയിട്ടുണ്ട് എന്നുള്ളത്. ഫ്രം ദിസ് വി ക്യാൻ കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് ദ സ്റ്റോൺ വിച്ച് ഈസ് ഈക്വൽ ടു ദ വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. ഇപ്പോൾ നമ്മൾ കല്ല് മുക്കിയ സമയത്ത് എത്രയാണോ വാട്ടർ പൊങ്ങിയത് അത് അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ കല്ല് പൊങ്ങിയ ആ ഒരു വോളിയം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിൽ നിന്നും നമ്മൾ ഒഴിച്ച വെള്ളത്തിൻ്റെ വോളിയം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്റ്റോണിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. വാട്ട് യൂണിറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ മെഷറിംഗ് ജാർ. ഏത് യൂണിറ്റാണ് മെഷറിംഗ് ജാറിൽ യൂസ് ചെയ്യുക? ലിറ്റർ അല്ലേ, മില്ലി ലിറ്റർ അല്ലേ യൂസ് ചെയ്യുക? വാട്ട് ഈസ് ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് ദ മെഷറിംഗ് ജാർ. അപ്പോൾ നമ്മൾ മെഷറിംഗ് ജാറിൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണ് വരിക? 0.1 മില്ലി ലിറ്റർ അല്ലേ. ഇനീഷ്യൽ വാട്ടർ ലെവൽ ബിഫോർ ഡിപ്പിംഗ് ദ സ്റ്റോൺ. ആദ്യത്തെ വാട്ടർ, അപ്പോൾ നമ്മളോട് എഴുതാൻ വേണ്ടി പറയുകയാണ് ഇനീഷ്യൽ വാട്ടർ ലെവൽ എത്രയാണ്, അതുപോലെ വാട്ടർ ലെവൽ ആഫ്റ്റർ ഡിപ്പിംഗ് ദ സ്റ്റോൺ എത്രയാണ്. ദെൻ നമ്മൾ എങ്ങനെയാണ് വോളിയം ഓഫ് ദ സ്റ്റോൺ കാണുക എന്ന് പറയുന്നത്. വോളിയം ഓഫ് ദ സ്റ്റോൺ അപ്പോൾ എങ്ങനെയാണ് കാണുക? വാട്ടർ ലെവൽ ആഫ്റ്റർ ഡിപ്പിംഗ് ദ സ്റ്റോൺ മൈനസ് ഇനീഷ്യൽ വാട്ടർ ലെവൽ ബിഫോർ ഡിപ്പിംഗ് ദ സ്റ്റോൺ എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോളിയം ഓഫ് ദ സ്റ്റോൺ കാണാൻ വേണ്ടി പറ്റും. ദെൻ നമ്മൾ എന്താണ് മെഷർ ചെയ്യുന്നത്? മെഷറിംഗ് ടൈം യൂസിങ് എ സ്റ്റോപ്പ് വാച്ച്. സ്റ്റോപ്പ് വാച്ച് യൂസ് ചെയ്തിട്ട് ടൈം മെഷർ ചെയ്യുകയാണ്. എന്തിൻ്റെ? എ സ്റ്റോപ്പ് വാച്ച് ഈസ് യൂസ് ടു മെഷർ എ ടൈം ഇൻ്റർവൽസ്. സ്റ്റോപ്പ് വാച്ചാണ് ടൈം ഇൻ്റർവൽസ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതാണ് സ്റ്റോപ്പ് വാച്ച്. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞ്, നമ്മൾ ടൈം ഇൻ്റർവൽസ് മെഷർ ചെയ്യാൻ വേണ്ടി. ആസ് എ ഷോൺ ഇൻ ദ ഫിഗർ, ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ, ടൈ എ മെറ്റൽ ബോൾ യൂസിങ് എ ത്രെഡ് ആൻഡ് ഹാങ് ഇറ്റ്. ഇതുപോലെ ഒരു മെറ്റൽ ബോള് ഒരു കയറിൽ കെട്ടിയിട്ട് ഹാങ് ചെയ്ത് വെക്കുക. ഇതിന് നമ്മൾ സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്ന ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഒരു പിക്ചറാണിത്. നിങ്ങളിനി പഠിക്കാൻ വേണ്ടി പോകുന്നുള്ളൂ ഉണ്ടാവും അല്ലേ സിമ്പിൾ പെൻഡുലം. അപ്പോൾ അത് സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഒരു പിക്ചറാണിത്. പുൾ ദ ബോൾ സ്ലൈറ്റ്ലി ആൻഡ് റിലീസ് ഇറ്റ് ടു ഓസിലേറ്റ്. നമ്മൾ ആ ഒരു ബോൾ എടുത്തിട്ട് എന്ത് ചെയ്യണം? നമ്മളത് ഓസിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഒബ്സർവ് ദ മോഷൻ. എന്നിട്ട് ആ ഒരു മോഷന് നമ്മൾ ഒബ്സർവ് ചെയ്യാണ്. മെഷർ ദ ടൈം ടേക്കൺ ഫോർ 10 ഓസിലേഷൻ. ഒരു ഓസിലേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ നിന്നാണ് തുടങ്ങിയത് എന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് പോയിട്ട് റൈറ്റ് സൈഡിലേക്ക് എത്തുന്ന ആ ഒരു ടൈമാണ് 1 ഓസിലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ 10 ഓസിലേഷൻ ചെയ്യുമ്പോൾ എത്രയാണ് ടൈം വരുന്നത് എന്നുള്ളത് നമ്മൾ മാർക്ക് ചെയ്യണം. ദെൻ അത് ഈ സ്റ്റോപ്പ് വാച്ച് യൂസ് ചെയ്തിട്ട് വേണം മാർക്ക് ചെയ്യാൻ. റെക്കോർഡ് ദ മെഷർമെൻറ്റ് ടൈം റിക്വയർഡ് ഫോർ 10 ഓസിലേഷൻ എത്രയാണ് എന്നുള്ളത് അവിടെ എഴുതി വെക്കാം. ഇങ്ങനെയാണ്, ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആ ഒരു ടൈം ഇൻ്റർവൽസ് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് വാച്ച് യൂസ് ചെയ്യുന്നത്. എ ഗുഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിൽ ഹെൽപ്പ് യു ഇൻ ഫർദർ സ്റ്റഡീസ് ആൻഡ് ഓൺ ദ പ്രോപ്പർ യൂസ് ഓഫ് മെഷർമെൻറ്റ് ആൻഡ് യൂണിറ്റ്സ് ഇൻ ഡെയിലി ലൈഫ്. അപ്പോൾ
അപ്പോൾ നമ്മൾ ചാപ്റ്റർ ഇതോടെ കഴിഞ്ഞു. ചാപ്റ്ററിൽ എന്താ പറയുന്നത്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എത്ര വിധം ഉണ്ട് എന്നാണ് പറഞ്ഞു അല്ലേ. ഫണ്ടമെൻ്റൽ ഉണ്ട്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഉണ്ട്, പിന്നെ എന്താണ് SI യൂണിറ്റ്, അതിൻ്റെ യൂണിറ്റുകൾ എന്തൊക്കെയാണ്, അതുപോലെ ആ ഒരു മെഷർമെൻറ്റിനെ നമ്മൾ എങ്ങനെയാണ് എന്ത് ഇൻസ്ട്രുമെൻ്റ് വെച്ചാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ 8ാം ക്ലാസ്സിൽ ആദ്യത്തെ നമ്മൾ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണിത്. നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിച്ച ഈ ഒരു മെഷർമെൻറ്റ്സ് യൂണിറ്റ്സുകൾ എന്നുള്ളത് നമുക്ക് ലൈഫ് ലോങ് ഡെയിലി ലൈഫിലായിക്കോട്ടെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഓരോ കാര്യത്തിലും നമുക്ക് വരാൻ പോകുന്ന ഒന്നാണ്. ഫിസിക്സിലും മാത്സിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന യൂണിറ്റ്സുകളാണ് നമ്മൾ ആദ്യമേ ഇവിടെ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ സെക്കൻഡ് ചാപ്റ്ററുമായിട്ട് വരുന്നതായിരിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. ഓക്കെ, ബൈ.